നിങ്ങൾക്ക് മനസ്സിലായോ സഹോദരങ്ങളെ? നമ്മുടെ ആത്മാവിന് ജീവൻ, അതിന് വളരെ വിലയുണ്ട്. അത് തിരിച്ചെടുത്താൽ നമ്മുടെ സന്ദർഭം ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. ഈ വചനം ഞാൻ പഠിപ്പിക്കുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ ഇതിനെ അനുഗ്രഹിക്കണം. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടല്ലോ, അഥവാ ജീവൻ പ്രാപിച്ചല്ലോ. ആ സമയത്താണ് ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതുന്നത്. ആ പുസ്തകത്തിന്റെ പേര് കേട്ടോ, ജീവ പുസ്തകം, ജീവിച്ചിരിക്കുന്നു എന്ന റെക്കോർഡ്. ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ മരിച്ച മനുഷ്യാത്മാവിന് വേണ്ടി നൽകപ്പെട്ട ജീവൻ ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ആത്മാവ് മരിച്ച അവസ്ഥയിൽ ജീവിക്കുക. സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതും. അതാണ് ആത്മരക്ഷ. അപ്പോൾ ആത്മരക്ഷയാൽ സ്വർഗത്തിൽ എന്ത് സംഭവിച്ചു? നമ്മൾ റെക്കോർഡിൽ പെട്ടു. നമ്മുടെ പേര് പുസ്തകത്തിൽ എഴുതി. ആ പേര് വെച്ചാണ് യേശു വരുമ്പോൾ വിളിക്കാൻ പോകുന്നത്. മരണക്കിടക്കയിൽ കിടക്കുന്നവരുടെ ആശ്വാസത്തിലും മരണാനന്തര ശുശ്രൂഷകളിൽ നാം പാടും, പേർ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടുത്തെ പഞ്ചായത്തിലെ റെക്കോർഡിലോ മുനിസിപ്പാലിറ്റിയിലെ റെക്കോർഡിലോ സിറ്റിയിലെ റെക്കോർഡിലോ ഉള്ള പേര് വെച്ചല്ല നമ്മുടെ പേര് വിളിക്കുന്നത്. സ്വർഗത്തിലെ അനേക പുസ്തകങ്ങളുണ്ട്. അത് ഏറ്റവും വിലപ്പെട്ടത് സ്വർഗത്തിലെ സ്ഥിരമായ ദൈവത്തിന്റെ വചനമാണ്. അടുത്തത് മറ്റൊരു പുസ്തകമാണ്, നമ്മുടെ പേരെഴുതിയ പുസ്തകം. ആ പുസ്തകത്തിന്റെ പേര് കേട്ടോ, ജീവപുസ്തകം, ജീവനുള്ളവരുടെ പുസ്തകം. മരിച്ചവരുടെ പേര് അതിനകത്തില്ല, ജീവൻ പ്രാപിച്ചവരുടെ പേരാണ് അതിനകത്തുള്ളത്. കാലാകാലങ്ങളിൽ ക്രൂശിനെ സ്വീകരിച്ച് നമ്മുടെ ആത്മാവിന് ജീവൻ പ്രാപിപ്പാൻ ഭാഗ്യം നൽകിയ ആ നല്ല ദിവസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇനിയും ആത്മരക്ഷ മാത്രമല്ല നമുക്കുള്ളത്, ദേഹിരക്ഷ. ദേഹിരക്ഷ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം പ്രാപിക്കുന്ന അനുഭവം. നിങ്ങളുടെ പാസ്റ്ററായിരിക്കുന്ന ഞാൻ പല കാര്യത്തിലും കർശനമായി വാശി പിടിക്കുകയും നിങ്ങളെ വിഷമിപ്പിക്കത്തക്കവണ്ണം പ്രസംഗിച്ച് പഠിപ്പിക്കുകയും തർജ്ജമ ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നാറില്ലേ? എനിക്കറിയാം, സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ഒത്തിരി സ്നേഹം കൂടും. കാരണം ഞാൻ പോരാടി പ്രസംഗിക്കുന്നത് ദേഹരക്ഷയ്ക്ക് വേണ്ടിയാണ്. ദേഹരക്ഷയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ പ്രതിഫലങ്ങൾ വർദ്ധിക്കും. ആത്മരക്ഷയാൽ രജിസ്റ്ററിൽ പേര് കിട്ടി. ദേഹരക്ഷയാൽ മരണയുടെ പുസ്തകത്തിൽ പ്രതിഫലങ്ങളുടെ പട്ടിക വർദ്ധിക്കും. നമ്മുടെ പ്രതിഫലം നാം ഉണ്ടാക്കുന്നതാണ്. ദൈവത്തിന് വെറുതെ തരാൻ കഴിയത്തില്ല. നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ നമുക്ക് തരാൻ കഴിയത്തില്ല. അവിടെ ബാങ്ക് ബാക്സ് നമുക്ക് തരാം, അവിടെ വീടും കാറും നമുക്ക് തരാം. എന്നാൽ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം തരുവാൻ അവർക്ക് കഴിയില്ല. അതിന് നാം തന്നെ ബന്ധപ്പെടണം. അതാണ് ദേഹിരക്ഷ. നീ ആത്മീയമായി ജീവിച്ചാൽ ഈ ലോകത്തിൽ നാം ക്ഷയമെടുത്ത നീ കർത്താവിന് വേണ്ടി പോരാടിയാൽ നീ അധ്വാനിച്ചാൽ നിനക്ക് പ്രതിഫലം നിന്റെ കർത്താവ് നിശ്ചയമായി നൽകി തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി കർത്താവിന്റെ സേവയിൽ വർദ്ധിച്ചു വരുവീൻ.
ഇവിടെയാണ് പോരാട്ടം. ഇതിന് വലിയ കാരണങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഒരു രാജ്യത്തിൽ താമസിക്കുമ്പോൾ ആ രാജ്യം ഭരിക്കുന്ന രാജാവിനെ അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ശിക്ഷിക്കപ്പെടും. ഈ ലോകത്തിന്റെ രാജാവ് ഇപ്പോൾ പിശാചാണ്. സകല ലോകവും അവന്റെ അധീനതയിൽ കിടക്കുന്നു. അതുകൊണ്ട് ഈ ലോകം ഭരിക്കുന്ന രാജാവിന്റെ കൽപ്പനകൾ നാം അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ അവൻ പിണങ്ങും. അവനെ പിണങ്ങി ജീവിക്കണമെങ്കിൽ ശിക്ഷയാക്കണം. അതാണ് ദൈവമക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ രാജാവിന്റെ നിയമത്തിന് നമ്മൾ കീഴ്പ്പെടത്തില്ല. കീഴ്പ്പെടാത്തപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. അതിനൊപ്പം പറഞ്ഞത് ഭക്തിയോട് ജീവിപ്പാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ലോകത്തിൽ കഷ്ടമുണ്ട്. നാം അനുസരിക്കുന്നത് ഈ ലോകത്തിൽ രാജാവിനെയല്ല, നിത്യനായ നമ്മുടെ രാജാവിനെയാണ്. അപ്പോൾ ഈ ലോകത്തിൽ രാജാവ് നമുക്കെതിരാണ്. അതാണ് ക്രിസ്ത്യാനിയായി ലജ്ജിക്കരുത്. ആ നാമം ധരിച്ചുകൊണ്ട് ദൈവത്തെ ബഹുത്വപ്പെടുത്തുക. 80 വയസ്സായി കിട്ടിയാൽ 100 വയസ്സായി കിട്ടിയാൽ ആ 100 വയസ്സിലെ കർത്തകൾ ഒരുമിച്ച് കൂട്ടിയാൽ പറയും ഞൊടിനകത്തേക്കുള്ള ലഘുവായ കഷ്ടം. അതാണ് ദൈവമക്കൾ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് ലോകത്തിൽ പിശാചിനെ വെറുത്തും എതിർത്തുകൊണ്ട് പാപത്തിൽ ജയമെടുത്ത് ദൈവരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന ആത്മീക ശുദ്ധീകരണം. നമ്മുടെ ദൈവരക്ഷ നമുക്ക് വിലപ്പെട്ടതാണ് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ സമയത്ത്. മൂന്നാമത്തത് നമ്മുടെ ശരീരരക്ഷ. അതാണ് ഈ ശരീരത്തിന് തേജസ്സെത്താൻ പോകുന്നത്. 3 രക്ഷയിൽ നമുക്ക് എഴുതുന്നത് കണ്ടോ? ആത്മരക്ഷയിൽ ജീവപുസ്തകത്തിൽ പേര്, ദേഹരക്ഷയിൽ സ്വർഗത്തിൽ പ്രതിഫലങ്ങൾ, ശരീരരക്ഷയിൽ സ്വർഗത്തിൽ വസിക്കുവാനുള്ള ശരീര രൂപാന്തരം. സ്വർഗത്തിലെ പ്രതിഫലങ്ങൾ തന്നാൽ ഈ ശരീരത്തിന് വാങ്ങാൻ കഴിയത്തില്ല. ഇതിന് താങ്ങാനുള്ള കഴിവ് അതിനില്ല. ഇത് ഇവിടെ തൽക്കാലം കഴിച്ചു കൂട്ടാനുള്ളതാണ് ഈ ശരീരം ഇപ്പോൾ. എന്നാൽ സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലങ്ങൾ കിട്ടും. ആ പ്രതിഫലങ്ങൾ മേടിക്കണമെങ്കിൽ അതിന് പറ്റിയ ശരീരം കിട്ടണം. ആ ശരീരമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ 3 രക്ഷയിൽ നമുക്ക് കിട്ടുന്ന 3 പടികൾ കണ്ടോ? ആത്മരക്ഷയാൽ ജീവപുസ്തകത്തിൽ പേര് സ്വർഗത്തിൽ കിട്ടിയതാ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പേര് വിളിക്കുമ്പോൾ അറിയാം. പേര് വിളിക്കുന്നു എന്നുള്ളതിൽ തന്നെ എത്രയോ ആളുകൾ കിടക്കുകയാണെന്നറിയാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തില് സഭകളുടെ പ്രതിഫലങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച പേരിന്റെ ഗൗരവം പഠിക്കാം. സ്തോത്രം. ഒരു വാക്കിൽ പറഞ്ഞു വിടേണ്ടതല്ലാതെ ചുമ്മാ നമ്മൾ വിചാരിക്കുന്ന ഇവിടുത്തെ ഫേസ്ബുക്കിൽ നമ്മുടെ പേരെന്ന് എഴുതിയെന്ന് പറയുന്നവരല്ല ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടു. ദേഹരക്ഷയാൽ നമുക്ക് പ്രതിഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഇനിയും നാം ജീവിക്കാൻ ഈ ഭൂമിയിൽ ദൈവം തന്നാൽ ആ പ്രതിഫലങ്ങൾ കൂടത്തക്കവണ്ണം ദൈവത്തിനായി ജീവിക്കണം. സ്തോത്രം. മൂന്നാമത്തത് ഇതെല്ലാം വാങ്ങാനുള്ള യോഗ്യതയുള്ള ഒരു ശരീരം കിട്ടണം. ആ ശരീരം സ്തോത്രം. നിങ്ങൾക്ക് ഒരു മുറിയുള്ള ഒരു വീട് കൊടുത്ത് വെക്കുക. 1 കോടി സമ്മാനം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കും? ഒന്നും വെളിയിൽ വെക്കാൻ ഒക്കത്തില്ല. എല്ലാകത്ത് വെക്കേണ്ടതാ. അകത്ത് വെക്കാൻ സ്ഥലമില്ല. ഇതുപോലെയാണ് ഈ ശരീരത്തിന് സ്വർഗത്തിലെ പ്രതിഫലം കിട്ടിയ വഹിക്കാൻ ഒക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഈ ശരീരം രൂപാന്തരം പ്രാപിക്കണം. അതാണ് ദേഹരക്ഷ. ഇത് 3 സ്വർഗത്തിൽ നമുക്കുള്ളതാ. സന്തോഷിക്ക്,
സന്തോഷിച്ചാൽ നമ്മുടെ ആത്മജീവന് വിലയുണ്ട്. സ്തോത്രം. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മറക്കരുത്. ജീവൻ ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കും. ആ ദാഹം കാലാകാലങ്ങൾ മാറ്റിയെടുക്കുവാൻ യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച ആ വലിയ ഭാഗ്യം, ആ വലിയ സന്തോഷം. നമ്മുടെ കർത്താവ് നല്ലവൻ. തുടർന്നും കർത്താവ് വിളിച്ചാൽ നമുക്ക് ജീവനെ കുറിച്ച് പഠിക്കാം. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇനി നിത്യജീവനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിച്ച സന്തോഷിപ്പാനിടയായി. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശു നല്ലവൻ.